നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാരിനെതിരെ വയനാട്ടിൽ വൻ പ്രതിഷേധമാണ് നടന്നത്. ഇതിനിടയിൽ ഗവർണർ വയനാട്ടിലെത്തിയിരിക്കുകയാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച പടമലയിലെ അജീഷിന്റെയും പാക്കത്ത് പോളിന്റെയും വീട്ടിൽ ഗവർണർ എത്തി. കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. നാട്ടുകാരിൽ നിന്ന് പരാതി ഗവർണർ കേൾക്കുകയുണ്ടായി. കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ശരത്തിന്റെയും കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാഗേരി പ്രജീഷിന്റെ വീടുകളും അദ്ദേഹം സന്ദർശിച്ചിരിക്കുകയാണ്. ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലണമെന്നാണ് നാട്ടുകാർ ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഗവർണർ നാട്ടുകാർ പറഞ്ഞത് മുഴുവൻ പരാതിയായി അദ്ദേഹത്തിനോട് പറഞ്ഞത് മുഴുവൻ അദ്ദേഹം കേൾക്കുകയും പരാതിയുമായി ഗവർണറുടെ അടുക്കിലേക്ക് നാട്ടുകാർ വരുന്ന കാഴ്ചയും കാണാനിടയായി. നേരത്തെ വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ സ്ഥലത്തില്ലായിരുന്നുവെന്ന് അജീഷിന്റെ കുടുംബത്തോട് ഗവർണർ പറഞ്ഞു. ഇന്നലെ വരണമെന്ന് വിചാരിച്ചെങ്കിലും ഭരണകൂടം അനുവദിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഈ വീടുകൾ സന്ദർശിച്ച് പുറത്തിറങ്ങിയ അദ്ദേഹം നാട്ടുകാർ പറഞ്ഞത് കേൾക്കുക മാത്രമല്ല, അവർ നൽകിയ നിവേദനം വാങ്ങുകയും ചെയ്തു. എന്താണോ സാധ്യമായത് അത് ചെയ്യുമെന്ന ഉറപ്പ് നൽകിയാണ് അദ്ദേഹം പോളിന്റെ വീട്ടിലേക്ക് പോയത്. വയനാട് സന്ദർശനത്തിനോടനുബന്ധിച്ച് ഇന്നലെ കണ്ണൂരിലെത്തിയ ഗവർണർക്ക് നേരെ SFI DYFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ചു പോലീസ് ജീപ്പ് തടഞ്ഞിട്ട് DYFI പ്രവർത്തകർ കസ്റ്റഡിയിലെടുത്തവരെ മോചിപ്പിച്ചു. തുടർന്ന് മട്ടന്നൂർ ടൗണിൽ SFI DYFI പ്രവർത്തകരുടെ പ്രതിഷേധവും നടന്നിരുന്നു. എന്തായാലും ഗവർണർ ഇപ്പോൾ ഈ വീടുകളൊക്കെ സന്ദർശിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും മന്ത്രിമാർ എത്തുന്നതിന് മുന്നേ തന്നെ ഗവർണർ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശനിയാഴ്ച വലിയ രീതിയിലുള്ള ഒരു സമരമായിരുന്നു, ഹർത്താലായിരുന്നു വയനാട്ടിൽ നമ്മൾ കണ്ട കാഴ്ചയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലീസും നാട്ടുകാരും തമ്മിലുണ്ടായി. TCT അടക്കമുള്ള MLA മാർ എത്തിയപ്പോൾ അവർക്കെതിരെയും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി. ജനപ്രതിനിധികൾക്കെതിരെ അടക്കം നാട്ടുകാർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാനിടയായത്. എന്തായാലും ഗവർണർ ഇപ്പോൾ ഈ വീടുകളൊക്കെ സന്ദർശിച്ചിരിക്കുകയാണ്. ഈ ഒരു വയനാട്ടിലെ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മന്ത്രിമാർ അവിടെ എത്തിയില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ നിലനിൽക്കവെയാണ് ഗവർണർ വയനാട്ടിലേക്ക് കുതിച്ചെത്തിയത്. അതേസമയം മാനന്തവാടി പടമലയിലെ അജീഷ് എന്ന കർഷകന്റെ ജീവനെടുത്ത ബേലൂർ മഗ്നെ എന്ന കാട്ടാനെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യ സംഘത്തിന്റെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി. ആന കർണാടകയുടെ ഉൾവനത്തിലേക്ക് നീങ്ങി. നിലവിൽ കർണാടക വനത്തിലെ നാഗർഹോളയിലാണ് ആന. വനാതിർത്തിയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണിത്. കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ആന കൂടുതൽ ആക്രമണകാരിയായി ഉൾവനത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. ഇന്ന് തിരിച്ചെത്താൻ സാധ്യതയില്ലെന്ന നിഗമനത്തെ തുടർന്ന് മിഷൻ ബേലൂർ മഗ്ന പ്രതിസന്ധിയിലാണ്. ശനിയാഴ്ച വനപാലക സംഘം ബേലൂർ മഗ്നയുടെ പുറകെ നടന്നു, പക്ഷേ മയക്കുവെടിവെക്കാൻ സാധിച്ചില്ല. ദൗത്യത്തിലുണ്ടായിരുന്ന കുങ്കി ആനകളിലൊന്നിനെ ബേലൂർ മഗ്ന ആക്രമിക്കാൻ ശ്രമിച്ചു. നോർത്ത് വയനാട്, സൗത്ത് വയനാട് വന്യജീവി സങ്കേതം, നിലമ്പൂർ നോർത്ത്, സൗത്ത് മണ്ണാർക്കാട്, കോഴിക്കോട് എന്നിവയിൽ നിന്നുള്ള RRT സംഘങ്ങൾ അടക്കമുള്ള 200ഓളം വനവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് ഈ ഒരു ദൗത്യത്തിനായിട്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.